സൗവർണിക കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ അവതരണ രീതിയും ആ ശൈലിയും അത് നമ്മൾ തമ്മിൽ തൊട്ട്, അത് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിലാണ്, നമ്മൾ തമ്മിൽ തൊട്ട് ഈ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അവതാരകനാണ് ശ്രീകണ്ഠൻ നായർ. അദ്ദേഹം ഏഷ്യാനെറ്റിലാണ് അദ്ദേഹം ഇത്രയധികം ജനപ്രിയനായത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 24 ന്യൂസിൽ അദ്ദേഹം അതേപോലെ തന്നെ ജനപ്രിയനായി തന്നെ തുടരുകയാണ്. അദ്ദേഹം മോർണിംഗ് ഷോ അവതരിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു കപ്പ് വെച്ച് ചായ കുടിക്കാറുണ്ട്. അപ്പോൾ വന്നവർ അദ്ദേഹം കമന്റുകൾക്ക് നല്ല രീതിയിൽ മറുപടി പറയാറുണ്ട്. കമന്റുകൾക്ക്, അതായത് അതപ്പോൾ കേൾക്കുന്നവർക്കും ഒരു സന്തോഷമാണ്, നമ്മളെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ്. അത് വളരെ തമാശയായി രസകരമായിട്ടാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു കമന്റിന് അദ്ദേഹം മറുപടിയായിട്ട് കമന്റ്, നോമ്പ് കാലത്ത് താങ്കൾ കപ്പ് കയ്യിൽ വെച്ച് ചായ കുടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന ഒരു കമന്റ് വന്നതിന് അദ്ദേഹം എന്നാൽ ഞാൻ കപ്പ് താഴെ വെക്കുന്നു. അതിന് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്തു. അദ്ദേഹം അതിൽ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ, ആൾക്കാരെ എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്യാനാണോ, അത് ഇനി നാളെ ആൾക്കാർ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്നൊന്നും ആലോചിക്കാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. വിഷയത്തിൽ അത്രത്തോളം ആലോചിക്കേണ്ട കാര്യമുണ്ട് ഇല്ല. പക്ഷേ അതിനെ ഈ കേരള സമൂഹം വലിയ രീതിയിൽ അതിനെ ചർച്ചയ്ക്കെടുത്തു കഴിഞ്ഞു. ചർച്ചയ്ക്കെടുത്തു എന്ന് മാത്രമല്ല, അതൊരു വലിയ രീതിയിൽ ഒരു മതവും രാഷ്ട്രീയവും ഒക്കെ കലർത്തിയുള്ള ഒരു ചർച്ചയ്ക്ക് അത് വഴിവെച്ചു. മാത്രമല്ല അതിനോടൊപ്പം തന്നെ കേരള സ്റ്റോറി സെക്കൻഡും ബീഫും ഇതെല്ലാം ചർച്ചയാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സൗവർണിക്ക് അത് കണ്ടപ്പോ എന്താണ് തോന്നുന്നത്? ചേച്ചി, ഇത്തരം കാര്യങ്ങളിൽ അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുവരിക, ഏതൊരു വിഷയത്തെയും രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ തെറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ അതാണ് നടക്കുന്നത്. എന്താണ്, ഒരു ആഹാരം കഴിക്കാൻ പോലും നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം. ഈ പറയുന്ന പോലെ കമന്റ് ബോക്സ് വായിക്കുമ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അതിൽ പ്രത്യേകിച്ച് ശരിയോ തെറ്റോ അത് അദ്ദേഹം അനാലിസിസ് ചെയ്ത് നടത്തി എന്താണെന്ന് ആലോചിച്ചിട്ടൊന്നുമല്ല. അപ്പൊ തോന്നിയ ഒരു പ്രേക്ഷകൻ പറയുന്നു, അതായത് ഞാൻ ഇവിടെ പട്ടിണി ഇരിക്കുന്നു, നിങ്ങൾ ചായ താഴെ വെക്കൂ എന്ന് പറഞ്ഞ ആ ഒരു വികാരം മാത്രമേ, അല്ലാതെ അതിലപ്പുറം എന്തെങ്കിലും അദ്ദേഹം കരുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിന്റെ ഒരു ചർച്ചയുണ്ടല്ലോ, ഔട്ട് ഓഫ് ഫോക്കസ്, അത് മിക്കവാറും കാണുമ്പോൾ പല കാര്യങ്ങളോടും യോജിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ചില വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യുമ്പോൾ നമുക്കത് യോജിക്കാൻ കഴിയുന്ന രീതിയിൽ കൃത്യമായി പറയാറുണ്ട്. എല്ലാ ചർച്ചകളും നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല. പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ചർച്ച ചെയ്തപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, സാധാരണ ഈ വാർത്താ ചാനലിലൊക്കെ വന്ന് കമന്റ് ഇടുന്നവരെല്ലാം ഒറിജിനൽ അക്കൗണ്ടിലാണോ കമന്റ്? ഒരിക്കലും അല്ല. അതെല്ലാം ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് വന്നിരുന്നത്. ഇപ്പൊ നമ്മുടെ വീഡിയോയ്ക്ക് ഇടയിൽ തന്നെ ഒരുപാട് പേര് ഫേക്ക് ഐ ഡിയിൽ വന്ന് കമന്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരാൾ ഫേക്ക് ഐ ഡിയില്ല, ഒറിജിനൽ ഐ ഡിയിൽ വന്ന് കമന്റ് ചെയ്താണ്. ഒറിജിനൽ ആണെങ്കിൽ നമുക്ക് അവരുടെ അഡ്രസ്സും നമ്പറും എല്ലാം തപ്പിയെടുക്കാൻ പറ്റും. ഫോൺ നമ്പർ തപ്പിയെടുത്ത് തന്നെ വിളിച്ച് കാര്യമായി സംസാരിച്ചു. നിങ്ങൾ തെറി പറയേണ്ട കാര്യമില്ല, നിങ്ങൾ കൃത്യമായി ആശയപരമായി എതിർക്കൂ എന്ന് പറഞ്ഞു. അതുപോലെ ഇത്തരം ആൾക്കാർ ഈ ഫേക്ക് ഐ ഡിയിൽ വന്ന് പറയുന്നവരെ നമുക്കായിട്ട് തപ്പിപ്പിടിക്കാൻ കഴിയില്ല. ഇപ്പൊ സൈബർ പോലീസിന്റെ സഹായമൊന്നും തേടി കൃത്യസമയത്ത് അതൊന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫേക്ക് ഐ ഡിയിൽ വന്ന മെസ്സേജിനെ അദ്ദേഹം കൊടുക്കേണ്ട ആ ഒരു രീതിയിൽ തന്നെ ഒരു തമാശയായി തന്നെയാണ് അദ്ദേഹം അത് കളയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനെ ഏറ്റുപിടിച്ചത് ഇവിടെയുള്ള BJP-ക്കാരാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP-ക്കാർ ഒരുവിധം ഇവിടെ അത്യാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ അതേ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അവർക്ക് അതേ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അമിത്ഷാ പറഞ്ഞതുപോലെ കേരളം ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കും. അത് തീരുമാനിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പുകൾ അവർക്ക് പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയുമായിരിക്കാം. പക്ഷേ അവർ ഈ മതം കുത്തിവെച്ചിട്ട്, അത് ഇവിടെയുള്ള ഇപ്പൊ ഈ BJP അതിനെതിരെ അങ്ങ് ഭയങ്കരമായിട്ട് ഇവിടെ നോമ്പ് കാലത്ത് മറ്റുള്ളവർക്ക് ചായ കുടിക്കാൻ കഴിയില്ലേ എന്ന രീതിയിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മെഴുകുമ്പോൾ ഈ നാട്ടിലുള്ള ഹിന്ദുമത വിശ്വാസികളുടെ ഉള്ളിൽ തോന്നുന്ന ഒരു അവർ കുത്തി നിറയ്ക്കുന്ന ഒരു സാധനം, ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയില്ല, മുസ്ലിങ്ങൾ അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്, എല്ലാവരും അവരെ ഫേവർ ചെയ്ത് നിൽക്കുകയാണ്, ഹിന്ദുക്കൾക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ BJP വരണം എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഈ സ്വാഭാവികമായി ഈ ചർച്ചകൾ ഉപകരിക്കുള്ളൂ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും രാഷ്ട്രീയമായിട്ടൊരു മുതലെടുപ്പിനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തെന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സംസ്ഥാനത്ത് മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അവരെല്ലാം ഒപ്പം നിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്തെ മറ്റ് സ്റ്റേറ്റുകളെ വിടും, നമുക്ക് കേരളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞ അല്ല ചേച്ചി, ഞാൻ വേറൊരു സംശയം ചെയ്യണം. നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ കൂടെ, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു മുസ്ലിം കുട്ടിയുണ്ട് എങ്കിൽ
അത് നോമ്പ് പിടിച്ചിരിക്കണം, നമ്മൾ അവരുടെ മുന്നിൽ ഇരുന്ന് ഭക്ഷണം ഫുഡ് കഴിക്കില്ലല്ലോ. അത് ഈ നോമ്പ് അങ്ങനെയല്ല. നമ്മുടെ നോമ്പുകളില്ലേ, വ്രതം അനുഷ്ഠിക്കുന്ന, അനുഷ്ഠിക്കുമ്പോ നമ്മൾ അവരുടെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കുവോ? ഇല്ല. ഇല്ല. വ്രതം പിടിച്ചിരിക്കുന്നവര് അവര് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്, അവരുടെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. അതിനെ ആ ഒരു രീതിയിൽ വ്യാഖ്യാനിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ആറ്റുകാൽ പൊങ്കാല പാളയം ഇമാമിന്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് BJP നേതാവ് ശോഭാ സുരേന്ദ്രനാണ് പങ്കുവച്ചിരിക്കുന്നത്. അതില് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ നോമ്പ് കാലമാണ് എന്ന് കരുതി എല്ലാ കാലത്തും പോലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്ക്, സഹോദരന്മാർ, നമ്മൾ എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. ഞാൻ തിരുവനന്തപുരത്ത് ആ മണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. അതായത് ആറ്റുകാൽ പൊങ്കാല എനിക്ക് കൃത്യമായി അറിയാം. അവിടെ ആ മണക്കാട് ഏരിയ മുഴുവൻ മുസ്ലിങ്ങളാണ്. അവരുടെ വീടുകളാണ് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുറന്നു കൊടുക്കുന്നത്. അപ്പൊ പൊതുവിൽ അവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ വീടുകളും ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്ന ഇടങ്ങളാണ്. അവരുടെ പൈപ്പ്, അവരുടെ വാഷ്റൂം എല്ലാം ഈ വരുന്ന ആരോ എന്തോ എന്ന് അറിയാത്ത ആഹാരം, പല വീടുകളിൽ ആഹാരം വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോ ആ വീടുകൾ വരുന്ന ഭക്തജനങ്ങൾക്ക് സ്വന്തം വീട് പോലെ ആ വീടുകൾ ആക്സസിബിൾ ആണ്. നമ്മൾ ചിലപ്പോ ഏതെങ്കിലും വീടിന്റെ മുന്നിലിരുന്ന് പൊങ്കാല ഇടുമ്പോൾ ആ വീടിന്റെ ഉള്ളിൽ ഈ സോഫയിലൊക്കെ ആൾക്കാർ കയറി കിടക്കുന്നതാണ് പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ കരുതുന്നത് ആ വീട്ടുകാരുടെ ബന്ധുക്കളായിരിക്കും. പക്ഷെ ഒരു ബന്ധവും ഉണ്ടാവില്ല. കല്ലെടുത്ത് വെക്കാൻ വന്ന ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ഈ ഒരു ഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങളുള്ള ആ വീടുകളെല്ലാം ഈ പൊങ്കാലയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഇടങ്ങളാണ്. അപ്പോ അവിടെ ഒരു ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒരു വേർതിരിവില്ലാതെ തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. അപ്പൊ അതേ ഒരു കാര്യം എന്തുകൊണ്ട് ഇവിടെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചേച്ചി, കാണാൻ കഴിയാത്തതല്ലല്ലോ, അവരിതിനെ ഏതെങ്കിലും ഒരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇത്രത്തോളം വലിയ പ്രശ്നങ്ങളില്ല. ഈ പറയുന്ന ഹിന്ദുക്കളും മുസ്ലിംകളും ക്രിസ്ത്യാനികളും എല്ലാം ഐക്യത്തോടെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഭിന്നിപ്പ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് BJP ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ നോമ്പ് കാലത്ത് പള്ളിയിൽ നിന്ന് എന്തോ ബിരിയാണി കഞ്ഞി അങ്ങനെ ഒരു സാധനം കൊടുക്കും. ഞാൻ ജയ്ഹിന്ദിൽ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ ജോലി തരുന്ന ഒരു പയ്യൻ പോയി അത് വാങ്ങിക്കൊണ്ടുവരും. ഞങ്ങൾ എല്ലാവരും അത് ഭയങ്കര സന്തോഷത്തോടെ കഴിക്കുമായിരുന്നു. അപ്പൊ ഇതുപോലെ സുഹൃത്തുക്കൾക്കിടയിൽ അല്ലെങ്കിൽ സഹകരിക്കുന്നവർക്കിടയിൽ ഈ മതമൊന്നും ഇല്ല. പക്ഷെ ഇവിടെ BJP ഈ മതം കുത്തിത്തിരികാൻ ശ്രമിക്കുകയാണ്. ഇപ്പോ കേരള സ്റ്റോറി സെക്കൻഡ് പാർട്ട് വന്നു. അപ്പൊ ഈ ഒരുപാട് പേര് അതിനെ വിമർശിക്കുന്നുണ്ട്. അത് സിനിമ കാണാതെയാണ് വിമർശിക്കുന്നത്. ഒരു ട്രെയിലറിൽ കണ്ട ഒരു ഇൻസിഡന്റ് വെച്ചിട്ടല്ല ഒരു സിനിമയെ വിലയിരുത്തേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇപ്പൊ നമ്മളൊരു സിനിമയെ വിമർശിക്കണമെങ്കിലും അത് കണ്ടിട്ടേ വിമർശിക്കാവൂ. കാണാതെ വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് ഇവിടെ അശ്വന്ത് കോക്കിന്റെ കുറെ റിവ്യൂസ് ഉണ്ട്. അയാൾക്ക് ഇഷ്ടമുള്ള സിനിമയാണോ ഇവിടെ നല്ല സിനിമ എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. അപ്പൊ അതുകൊണ്ട് റിവ്യൂ വെച്ചിട്ടല്ല, നമ്മൾ സിനിമ കണ്ടിട്ടാ വേണം അതിനെ കുറിച്ച്. ഒരു 10 പേര് സിനിമ കണ്ടാൽ 10 പേരും അത് ആസ്വദിക്കുന്ന 10 തരത്തിലായിരിക്കും, 10 അഭിപ്രായമായിരിക്കും. ഇപ്പൊ ഞാൻ ഒരു ഇത് വായിച്ചപ്പോൾ ഈ കേരള സ്റ്റോറി 2 പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ കൊച്ചിയിലുള്ള ഒരു അനുജ എന്ന് പറയുന്ന ഒരു പഴയ ഒരു SFI കാരിയുടെ ഒരു അനുഭവ കഥയാണ് അതിൽ പറയുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മുഖം അതിനുണ്ടെങ്കിൽ അതിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കേണ്ട കാര്യമില്ല. ഇത് പറയുന്ന കേരള സ്റ്റോറിയെ ഞാൻ ഇപ്പൊ ഇത്രയും പേര് വിമർശിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതില്ല. അതിൽ എന്താണ് കണ്ടന്റ്, അതിൽ എന്താ പറയുന്നതെന്ന് അറിയാതെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല. പിന്നെ ട്രെയിലറിൽ കണ്ട ബീഫ് വായിൽ കുത്തിക്കയറ്റുന്നത്, നമുക്കൊക്കെ അങ്ങനെ അത്രയും പാടുപെട്ടൊന്നും കുത്തിക്കയറ്റണ്ട, അവിടെ മുന്നേ കൊണ്ട് വെച്ചാൽ മതി, നമ്മളത് തട്ടിക്കോളാം, അത്രേ ഉള്ളൂ. പിന്നെ ബീഫ് കഴിച്ചാൽ അലർജി ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരു സമയത്ത് കുറച്ചു നാൾ ഞാൻ വെജിറ്റേറിയൻ ആയിരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ബീഫ് കഴിക്കുമ്പോൾ അപ്പൊ എനിക്കും എന്റെ മോനും ബീഫ് കഴിക്കുമ്പോൾ അലർജി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ മുഴുവൻ വരും. ആ സമയത്ത് കഴിക്കാൻ ഭയങ്കര വിഷമമായിരുന്നു. ദൈവമേ, ബീഫ് കഴിക്കാതെ എങ്ങനെ ജീവിക്കുന്നത്? ഇത്രയും രുചികരമായ ഒരു ഭക്ഷണമല്ലേ പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞാൽ. അല്ലെ, ഇതൊക്കെ ഈ പറയുന്ന ഫുഡ് ആയാലും എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതെ, അത് ചെയ്യണം. നമ്മൾ ഈ എന്ത് സംസാരിക്കണം, ഞാൻ എന്ത് ധരിക്കണം, ഞാൻ എങ്ങനെ ഇരിക്കണം, ഞാൻ എന്ത് കഴിക്കണം എന്ന് എന്റെ ഇഷ്ടമാണ്. അതിനെ പിന്നെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴും രാഷ്ട്രീയം കൊണ്ടുവരുമ്പോഴുമാണ് അവിടെ പ്രശ്നങ്ങൾ. പക്ഷെ അതിലൊരു കാര്യം, ഈ പറയുന്ന BJP-ക്കാരെല്ലാം ബീഫ് കഴിക്കാത്തവരല്ല, നന്നായി കഴിക്കുന്നവർ BJP-യിലും ഉണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് എവിടെ നിന്നാണ് ഈ BJP ബീഫ് വിരോധം എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഗോമാതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളെല്ലാരും അമ്പലത്തിൽ പോകുന്നവരാണ്. ശിവന്റെ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ നന്ദികേശനുണ്ട്. നന്ദികേശൻ കാളയാണ്. കാളയെ നമ്മൾ തൊഴാറുണ്ട്. ആ നന്ദികേശനെ നമ്മൾ തൊഴാറുണ്ട്. തൊഴുതിട്ട് പിറ്റേന്ന് വൈകുന്നേരം പോയി നമ്മൾ ബീഫും കഴിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അവതാരങ്ങൾ എടുക്കുമ്പോൾ മത്സ്യം, കൂർമ്മ, വരാഹം ഇതെല്ലാം അല്ല. അങ്ങനെയാണെങ്കിൽ ഈ വരാഹമൂർത്തി നമ്മൾ പോർക്ക് കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കാറുണ്ട്. അത് വേറെ ഇത് വേറെ, ഭക്ഷണത്തിനെ അതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു നരേഷൻ
ഏതോ ഫേക്ക് ഐ ഡിന്ന് വന്നു, അതിന് ശ്രീകണ്ഠൻ നായർ കപ്പ് മാറ്റി വെച്ചു എന്നതിന്റെ പേരിൽ BJP സോഷ്യൽ മീഡിയയിൽ കയറി അങ്ങ് മെഴുകുകയാണ്. ഇനി മറ്റൊരു സാഹചര്യത്തിൽ ശ്രീകണ്ഠൻ നായർ കപ്പ് മാറ്റി വെച്ചില്ലായിരുന്നെങ്കിൽ അതായിരുന്നു അടുത്ത ചർച്ചാ വിഷയം അല്ലേ? അതെ, അത് വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് ഇവിടെ ചർച്ചയാക്കുമായിരുന്നു. എന്തായാലും BJP ഇവിടെ ചെയ്യുന്ന ഈ മതം കുത്തിത്തിരികെയുള്ള രാഷ്ട്രീയം, ഇപ്പൊ അപ്പോൾ നമ്മൾ ആരോടെങ്കിലും അങ്ങനെയല്ല മതങ്ങളെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ തിരുത്തുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുണ്ട്, അവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വായടപ്പിക്കാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മതം ഒരു വിഷയമേ അല്ല. എല്ലാ മതസ്ഥരും മനുഷ്യരാണ്, മനുഷ്യർ നന്നായാൽ മതി എന്നുള്ള, മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി, ഇത്രയേ ഉള്ളൂ. നാരായണ ഗുരു പറഞ്ഞത് അത് ഏതൊരു സാഹചര്യത്തിലും ആകട്ടെ, പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ അത് മാത്രമാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് എന്നാണുള്ളത്. നമ്മൾ ബ്ലഡ് ബാങ്കിൽ പോയി രക്തം സ്വീകരിക്കുമ്പോൾ അല്ല അത് ആരുടേതാണെന്ന് നോക്കാറുണ്ടോ? നമുക്കൊരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ആരാണ് വന്ന് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റും? ഇല്ല, ആ വഴി കാണുന്നേരം അത് മതം നോക്കിയിട്ടല്ല ആരെയും രക്ഷിക്കാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ അപ്പോഴും മതം ചോദിക്കുവോ? ഇല്ല. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഏത് മതമാണെന്ന് നോക്കിയിട്ടാണോ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്? പക്ഷേ ഇത് ഒരു മതത്തിന്റെ പേരിൽ ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ ഈ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ മതം ഉണർന്നു വരും. അത് ആ ഉണർത്തി വിടാനുള്ള ഒരു ബേസ് ആണ് പക്ഷെ ഒരു കലാപം ഉണ്ടാകാതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്, അത് പ്രത്യേകിച്ച് മതത്തിന്റെ പേരിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ ചേച്ചി എന്ത് കാര്യമാണുള്ളത്? അല്ല, ഇപ്പൊ ഇവിടെ ഈ BJPയുടെ മുതിർന്ന, അതായത് തലപ്പത്തുള്ളവരാരും എനിക്ക് തോന്നുന്നു ഇത്രയധികം ഒരു മുസ്ലിം വിരോധമോ ഒന്നും അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഈ താഴെ തട്ടിൽ സോഷ്യൽ മീഡിയയിലാണ് ഈ ഒരു മതവിരോധം. എനിക്ക് BJPയോടുള്ള ഏറ്റവും വലിയ ഒരു ഇഷ്ടമില്ലായ്മ എന്ന് പറയുന്നതാണ് ഈ മതം വെച്ചിട്ട് ആൾക്കാരെ തരംതിരിക്കാന്ന്. ഇപ്പൊ തീവ്രവാദം അത് ആര് നടത്തിയാലും അത് തീവ്രവാദമാണ്. അത് ഹൈന്ദവ പേരിലുള്ള ഹൈന്ദവ സംഘടനകൾ നടത്തിയാലും, ക്രൈസ്തവ സംഘടനകൾ നടത്തിയാലും, മുസ്ലിം സംഘടനകൾ നടത്തിയാലും തീവ്രമായി അവർ മാത്രമാണ് ശരി എന്ന് വാദിച്ചാൽ അത് തെറ്റ് തന്നെയാണ്. BJP ഇത് ഹിന്ദുക്കളുടെ രാജ്യമാണ്, ഇത് ഹൈന്ദവ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയൂ? ഇല്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതൊരു മതേതര രാജ്യം തന്നെയാണ്. അപ്പോൾ അവർ വാദിക്കുന്നത് മുസ്ലിം എണ്ണം കൂടിയാൽ ഇവിടെ ഈ മതേതരത്വം നിലനിൽക്കില്ല, ഹൈന്ദവർ മുന്നിട്ട് നിന്നാൽ മാത്രമേ മതേതരത്വം നിലനിൽക്കൂ എന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷേ അവരുടെ പോക്ക് അത്തരം മതേതരത്വത്തിലല്ല എന്ന് ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. പക്ഷെ ഇതിൽ പെട്ടുപോകുന്നത് മതേതര ഹിന്ദുക്കൾ. അവർ ഈ മതേതര ഹിന്ദുക്കളെയാണ് തെറി പറയുന്നത്. മതേതര ഹിന്ദുക്കളാണ് ഇവിടെ BJP വളരാൻ അനുവദിക്കാത്തത് എന്നാണ് പറയുന്നത്. BJP കൃത്യമായ ഈ മതവികാരം കുത്തിനിറയ്ക്കുന്നത് കൊണ്ടാണ് സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ ഹൈന്ദവരായിട്ടുള്ള മതേതരവാദികളായിട്ടുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് ഈ സനാതനം എന്ന് പറയുന്നത്, ഹൈന്ദവത എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ മതം കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു വിധത്തിൽ BJPക്ക് എതിർപ്പുകൾ ഉണ്ടാവുന്നത്.